ഇന്ത്യയുടെ പ്രിയപ്പെട്ട നേതാവ്, ഭാവി ഇന്ത്യയുടെ എല്ലാമായ നാളെ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് മുന്നിൽ രാഹുൽജി എന്ന ഉത്തരം മാത്രമേ ഇന്ത്യക്കുള്ളൂ, ലോകത്തിനുള്ളൂ. ആ നേതാവിനെ ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ ചെവിക്കൊണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ വിജയത്തിന് പ്രവർത്തിക്കാൻ തയ്യാറെടുത്തുകൊണ്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നേതാക്കന്മാരെ, സ്വാഗതമായി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കറിയാം, ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഭരണാധികാരികളൊക്കെ ധിക്കാരികളായി മാറുകയാണ്. കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അടിച്ചമർത്തിക്കൊണ്ട് ഭരണാധികാരികൾ മുന്നോട്ട് പോവുകയാണ്. ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ജനാധിപത്യത്തിന് വെല്ലുവിളിയായി, മതേതരത്വത്തിന് വെല്ലുവിളിയായി, അതിലൊക്കെ ഉപരിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിയ ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആപ്തവാക്യത്തെ തകർന്ന് വെളിപ്പെടുത്തി ഇന്ത്യയിലെ കർഷകരെ വണ്ടിച്ചൊരുക്കി, ഇന്ത്യയിലെ കർഷകരെ കൊന്നുവെക്കി, നമുക്ക് അന്നം നൽകിയവരെ പോലും അപമാനിക്കുന്നവർക്കെതിരെ പ്രിയപ്പെട്ട രാജ്യത്ത് അങ്ങനെ ജനങ്ങൾക്ക് ശക്തി നൽകാൻ ഇതാണ് തയ്യാറാണ്. അങ്ങനെ ഉദ്ദേശിക്കപ്പെട്ടത് ഈ മണ്ണിനെ ഞങ്ങൾ തയ്യാറാണെന്ന് മുഴുവനായും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മുഴുവൻ നേതാക്കന്മാരെയും, വിശിഷ്യ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവും നമ്മുടെ പ്രിയപ്പെട്ട എംപിയും വയനാട് ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗമായി മാറി നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കൊപ്പം നിൽക്കുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദർശിക്കുന്ന ശബ്ദം, കേരളത്തിന്റെ അഭിമാനം, ബഹുമാനായ ശ്രീ കെ സി വേണുഗോപാലിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രതീകമായ ശ്രീ ആര്യാ മുഹമ്മദ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായും അതുപോലെ തന്നെ KPCC-യുടെയും ജില്ലയിലെയും UDF-ന്റെയും മുഴുവൻ നേതാക്കന്മാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ധന്യമായ ചടങ്ങിൽ നിൽക്കാൻ ബഹുമാനായ ചെയർമാൻ ശ്രീ എ ടി കുഞ്ഞനന്തപുരത്തോട് വിനയ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാന്യനായ രാഹുൽജി, വേദിയിലുള്ള ബഹുമാന്യനായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ബഹുമാന്യനായ ആര്യ അടക്കമുള്ള ഇസ്മായിൽ അടക്കമുള്ള UDF-ന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട UDF പ്രവർത്തകരെ, സുഹൃത്തുക്കൾ, വളരെ സന്തോഷത്തിന്റെ അതിലുപരി ഒരു അഭിമാനത്തിന്റെ മുഹൂർത്തം കൂടിയാണ്. നമ്മുടെ പ്രദേശത്തൊക്കെ ഒരുപാട് തെരഞ്ഞെടുപ്പുകളായാണ്. പക്ഷെ അതിനുശേഷം ഇതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയടക്കമുള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടി നടത്തുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തമാണ്. ഈ നിയോജക മണ്ഡലത്തിൽ UDF ഏറ്റവും വലിയ ശക്തമാണ്. വരാൻ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ UDF അതിന്റെ ശക്തി തെളിയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ രാഹുൽജി MP ആയി വന്നതിന് ശേഷം ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ നമ്മുടെ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് അദ്ദേഹം നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി വെന്റിലേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി 1,28,00,000 രൂപ അനുവദിച്ച് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഓരോ സമയത്തും പ്രളയത്തിന്റെ സമയം വന്നപ്പോൾ നമുക്കറിയാം, കിറ്റുകൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യാൻ കഴിയും. അതുപോലെ കിഡ്നി രോഗികൾക്കുള്ള മരുന്ന് വിതരണ സംവിധാനം ചെയ്തു. അതുപോലെ തന്നെ കോവിഡ് വന്നപ്പോഴും അദ്ദേഹത്തിന്റെ സഹായം വളരെ വലുതായിരുന്നു. ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഭവമാണ്. ഇത് തുടർന്നും നമ്മുടെ UDF സംവിധാനത്തിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അടുത്തായി സംസാരിക്കുമ്പോൾ രാഹുൽജിയെ വളരെ അഭിമാനം
അതിലുപരി വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തായി സംസാരിക്കുന്നതിന് ബഹുമാന്യനായ ആര്യാട് മുഹമ്മദ് സാഹിബിന് ആദരവുകൾ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദ നേതാവായ ശ്രീ രാഹുൽജി, അതുപോലെ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ വേണുഗോപാൽ, അതുപോലെ ശ്രീ അനിൽകുമാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, UDF പ്രവർത്തകരെ, ഞാൻ ഈ സന്ദർഭത്തിലൊന്നും പ്രസംഗിക്കുന്നില്ല. രാഹുൽജി 2 വാക്ക് പറയണം എന്ന് നിർബന്ധിച്ചത് കൊണ്ട്, അത് നിരസിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ സ്റ്റേജിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെറിയ പരാജയമുണ്ടായി, അത് സമ്മതിക്കാൻ കേൾക്കാം. ആ പരാജയം ഉണ്ടെങ്കിൽ തന്നെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ പരാജയം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലല്ല, 2015 മാത്രം ഒരു നേരിയ ഭൂരിപക്ഷം നമുക്കുണ്ടായി എന്ന് വിളിച്ചാൽ ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിൽ ഞാൻ ദീർഘിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ നിയോജക മണ്ഡലം നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഈ നിയോജക മണ്ഡലം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ ലോക്കൽ ബോഡി സെലക്ഷൻ എന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇന്ന് എല്ലാവർക്കും ഒരു വാശി വന്നിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കും. അത് സാധിക്കും. കേരളത്തിലെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല, കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം കൂടിയിട്ടുള്ള UDFന്റെ ഭരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകുമെന്ന രാജ്യത്തിലൊരു സംശയവും വേണ്ട. എന്ന് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ സ്ഥിതി അത് രാഹുൽജിയുടെ പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഡൽഹിയുടെ ചരിത്രത്തിലുണ്ടാവാത്ത സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ജനങ്ങൾ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന നയവുമായിട്ടാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു വർഗീയത മാത്രം, വർഗീയതയും കോർപ്പറേറ്റുകളെ താഴ്വളിക്കലുമാണ് നരേന്ദ്രമോദിയുടെ നയമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഒരു കാര്യം ഞാൻ പറയുന്നു, ഇത് അധികകാലം ഇന്ത്യയിലെ ജനങ്ങൾ സഹിക്കുമെന്ന് ആരും കരുതേണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വം, ആ സാമ്രാജ്യത്വത്തിനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കെട്ടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സാധിച്ചുവെങ്കിൽ ഈ നരേന്ദ്രമോദിയെ ഒന്ന് ഈ നാട്ടിലെ കോൺഗ്രസുകാരും അതുപോലെ ജനാധിപത്യവാദികളും കൂടിയാൽ അദ്ദേഹം മറുപടി കടലിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത്ര വലിയ ശക്തരൊന്നുമല്ല നരേന്ദ്രമോദി. നരേന്ദ്രമോദിയേക്കാൾ 1000 ശക്തിയുള്ള നേതാവാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം. ഇന്ന് നരേന്ദ്രമോദിക്ക് പകരമാര് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിക്ക് പകരമല്ല, നരേന്ദ്രമോദിയുടെ 10 നരേന്ദ്രമോദിമാർ കൂടിയ ഒരു ശക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതുവരെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവണേ എന്ന പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് ഈ
ഈ രാജ്യത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലും ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്താൻ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിർത്താനും ഈ രാജ്യത്ത് ഈ പറയുന്ന കോർപ്പറേറ്റുകളെ കെട്ടിയെത്തിക്കാനും നമുക്ക് കഴിയണം. അത് കഴിയും, അത് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കൂട്ടത്തിലുള്ള ഒരു അഭ്യർത്ഥന ഞാൻ പറയുന്നത് ശരിയാണ്, ആദ്യം പറയുന്നില്ല. ഏതായാലും ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് കാണുന്ന, ഇന്ത്യ രാജ്യത്ത് കാണുന്ന ഒരോൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തിന്റെ കീഴിൽ അണിനിരന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ഈ സെക്രട്ടറിയുടെ അധ്യക്ഷൻ ശ്രീ കെട്ടിയാണ്. ഇന്ന് നമ്മുടെ സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ പ്രതിനിധിയും രാജ്യത്തിന്റെ പ്രതീക്ഷയുമായ പ്രിയങ്കരനായ രാഹുൽജിയാണ് ഇവിടെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി സംഗമമാണ്. ഇവിടെ വരുന്നതിന് മുൻപ് അദ്ദേഹം ജില്ലാ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തിന്റെ പ്രത്യേക ഫണ്ടിൽ നിന്ന് നൽകിയ വെന്റിലേറ്റർ അടക്കമുള്ള ഉപകരണങ്ങൾ അതിന്റെ കൈമാറ്റത്തിന് നിർവഹിച്ചതിന് ശേഷമാണ് പ്രിയപ്പെട്ട രാഹുൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത്രമാത്രം ഈ നാടിന്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്ന പ്രിയപ്പെട്ട രാഹുൽജിയുടെ സാന്നിധ്യം നമ്മെ എല്ലാവരെയും ആവേശഭരിതരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തൊട്ടുമുമ്പ് ഇവിടെ കലഞ്ഞി സ്പെഷ്യൽ സ്കൂളിലെ ആ അധ്യാപികമാർ കന്യാസ്ത്രീകൾ അവരാണ്. അവർ അദ്ദേഹം സിസ്റ്റർമാർ അദ്ദേഹത്തോട് കണ്ട് സ്പെഷ്യൽ സ്കൂൾ എപ്പോഴെങ്കിലും ഒന്ന് സന്ദർശിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? അവർ പറഞ്ഞ ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം റിമോട്ടാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. പ്രിയപ്പെട്ട രാഹുൽജി, ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരണം. നിങ്ങൾ അവിടെ ഇപ്പോൾ തന്നെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ രാഹുൽജി ജനങ്ങൾക്കിടയിലേക്ക് നമ്മൾക്കിടയിലേക്ക് വരുന്നതിന്റെ അവിസ്മരണീയമായ മുഹൂർത്തത്തിനാണ് തൊട്ടുമുമ്പ് സാക്ഷ്യപ്പെടുന്നത്. ഞാൻ രാഹുൽജിയോട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി, യുഡിഎഫിന് വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അത്രമാത്രം സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി നിങ്ങളൊക്കെ പ്രിയപ്പെട്ട രാഹുൽജി അങ്ങനെയുള്ള കടപ്പവധിക്ക് കൂടി ആവർത്തിച്ചുകൊണ്ട് എല്ലാവിധ ഈ പരിപാടികൾ അദ്ദേഹത്തെ സമയം വിലപ്പെട്ടതാണ് എന്നതുകൊണ്ട് ഞാൻ ലഭിക്കുന്നില്ല. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തായി മുസ്ലിം ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട ഇസ്മായിൽ പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട നമ്മുടെ MP രാഹുൽജി, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ സംഗമമാണ് ഇവിടെ നടന്നത്. 2 വർഷക്കാലം നമ്മുടെ MP ആയി നമ്മുടെ നാടിലെ നമ്മുടെ പ്രയാസങ്ങൾ, പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട സഹായം ചെയ്തു തന്ന പ്രിയപ്പെട്ട നമ്മുടെ MP, നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദ്യം ചെയ്തപ്പോൾ നമ്മുടെ എതിരാളികൾ നമ്മോട് പറഞ്ഞത്, നിങ്ങൾ വോട്ട് ചെയ്ത രാഹുൽജിയെ കാണാൻ കിട്ടുവാൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഗാന്ധി ജയിച്ചു. ആ രാഹുൽ ഗാന്ധി കേരളത്തിലെ മുഖ്യമന്ത്രി വന്ന് നോക്കാത്ത സ്ഥലത്ത് പോലും നമ്മളെ വന്ന് കാണാനും നമ്മുടെ സങ്കടം കേൾക്കുവാനും പ്രശ്നം പരിഹരിക്കാനും ഫസ്റ്റിൽ വന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയാണ്. ഇവിടെ കള്ളപ്പാറയിൽ ദുരന്തമുണ്ടായപ്പോൾ ആ സ്ഥലം സന്ദർശിക്കാൻ പോലും മനസ്സില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം വരുന്നതെന്ന് ഈ നമ്മുടെ മലപ്പുറത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഇന്ത്യയുടെ
സെക്കുലർ മുഖമായ രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരുവാനും നമ്മുടെ രാജ്യത്തെ മതേതരത്വം നിലനിർത്തുവാനും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. എന്താണ് അടുത്തതായി ബഹുമാന്യനായ മഹാസാഹിബ് ജനകീയ സംസാരിക്കുന്ന ബഹുമാനമുണ്ട്. അവിടെ പിന്നെ ഒരാൾ ഇരിക്കുന്നത് ഞാൻ ചിലപ്പോൾ പറഞ്ഞിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് നമ്മോട് കിട്ടിയത്. കുറേ ആൾക്കാരെ പേര് കൊടുത്തു, ബാക്കിയുള്ള പേരൊക്കെ കൊടുത്തു. Assalamu alaikum and warm good afternoon to you. I am very glad and very late because of the beauty of meeting. ഇന്നിപ്പനോട് പറഞ്ഞു, ഞാൻ വായിച്ചത് പറഞ്ഞു നമ്മുടെ ആൾക്കാർ കുറച്ച് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനൊക്കെ എനിക്ക് പറഞ്ഞതാണ്, ബാക്കിയുള്ളവരൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ കയറുമ്പോൾ ഞാൻ അതിലേക്ക് കൊടുക്കാം, നമ്മളാ ചിത്രം കൊടുക്കാം, നമ്മൾ ആദ്യമൊക്കെ ഒന്ന് കൂടുതലും കണ്ടു. നമ്മളല്ല കഴിക്കുന്നത്, അവിടുത്തെ മെമ്പറാണ് കമ്മിറ്റിയിൽ. ഞാൻ പറയാം എല്ലാവരും പറഞ്ഞിട്ടില്ല, അത് ഇത് പറഞ്ഞത് കൊണ്ട് അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞാൽ അതവിടെ ഓരോ അത് ഞാനല്ല പറയേണ്ടത്, മറ്റോളാണ്. എന്താണ് അത് പറഞ്ഞിട്ടില്ല ഞാൻ. കഴിഞ്ഞ തദ്ദേശ ഭരണത്തിലൂടെ വിജയിക്കുകയും മത്സരിക്കുകയും ചെയ്ത ജനപ്രതിനിധികളെ നേരിട്ട് കാണുന്നതിന് ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേടാനും അഭ്യർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് നിലമ്പൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ ഭരണത്തിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവിധമായ പരിമിതികൾക്കും നിയന്ത്രണങ്ങൾക്കും അകത്ത് നിന്നുകൊണ്ട് നമ്മൾ നടത്തിയ പോരാട്ടത്തിൽ നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റി പ്രശ്ന മേഖലകളിൽ വലിയ വിജയം ഐക്യജനാധിപത്യ മുന്നിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജയിച്ചവരെ നല്ല മത്സരം കാഴ്ചവെച്ച് സ്ത്രീകൾക്കും പരാജയത്തിലുമില്ലാത്തതുമായ ആളുകളുണ്ട്. തിരഞ്ഞെടുപ്പുകൾ ജയിക്കുകയും പരാജയപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ ജനങ്ങളോടൊപ്പം വ്യക്തമായി നമ്മൾ നിൽക്കുന്നുണ്ടെന്നുള്ളത് നോക്കാനാണ് നമ്മുടെ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരിടുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഗണനീയമായിട്ട് പ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ ദീർഘമായ പ്രശ്നത്തിന് മുന്നിൽ നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് നിർണായകമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 4 വർഷക്കാലത്തിലധികമായി ഈ നാട് ഭരിച്ച് ജനങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം പരിഹാരം കാണാൻ കഴിയാത്ത വിഭാഗമുണ്ട്. അവർ വെറും പബ്ലിസിറ്റിയിലും ഇയാൾക്കും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകി ഒന്നും നൽകാതെ പ്രസിദ്ധീകരണങ്ങൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്ന ജോലിയിലാണ് ഇടതുപക്ഷ മുന്നണിയിൽ ഈ ഗവൺമെന്റ്. അവരുടെ നാടുകളിൽ 2-3 മാസം കൂടിയാണ് ഈ ഗവൺമെന്റ്. അത് കഴിഞ്ഞാൽ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഐക്യജനാധിപത്യ മുന്നണിയെ വീണ്ടും കേരളത്തിൽ തിരിച്ചുകൊണ്ടുവരിക എന്ന ദൗത്യം നമുക്ക് ഏൽക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ചെറിയ നമ്മുടെ കയ്യിൽ നിന്നും കൈമോശം വന്നുപോയി. ഇവിടെ എനിക്ക് ഈ സ്റ്റേജിലിരിക്കുന്നവരോടും സദസ്സിലിരിക്കുന്നവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾക്കറിയാം അതുമൂലം ജനാധിപത്യ പ്രസ്ഥാനത്തിലുണ്ടായിട്ടുള്ള പ്രയാസമുണ്ട്. അത് മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് നമ്മൾ ഇന്നെടുക്കുന്ന പ്രതിജ്ഞ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ തിരിച്ചു വരുമ്പോൾ ജനാധിപത്യത്തിന്റെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി കൈവക്കാൻ ഒരാൾ നിലമ്പൂരിൽ നൽകാൻ നിങ്ങൾ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതിന് കഴിയും. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ മണ്ഡലങ്ങളിലൊന്നാണ് നിലമ്പൂർ മണ്ഡലം. അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ്. ആദ്യം രംഗത്ത് ഓരോരോ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ആരെയാണെങ്കിൽ എല്ലാത്തിനും ലുപ്ത് കാണിക്കുന്ന ആളാണ്. എല്ലാത്തിനും ലുപ്താണ്, പൈസ ലുപ്താണ് ഭയങ്കരമായിട്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എത്രയാണ് നിലമ്പൂരിന്റെ ഭൂരിപക്ഷം. അത് കഷ്ടിച്ച് 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അങ്ങനെ കിട്ടിയെങ്കിലായി എന്നായിരുന്നു അദ്ദേഹം നമ്മളൊന്ന് പറഞ്ഞു.
പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടന്നപ്പോൾ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ മണ്ഡലം നൽകിയത്. All the polling booth of this assembly constituency, you have a lead in last parliament election. എല്ലാ വാർഡിലും എല്ലാ ബൂത്തിലും ലീഡ് ചെയ്ത ഏക നിയോജക മണ്ഡലം നിലമ്പൂർ മണ്ഡലമാണ്. അഭിമാനപൂർവ്വം പറയാനാണ്. അതിന്റെ അർത്ഥം നിലമ്പൂരുകാർ എത്ര രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള ആത്മതയും കരുണയും പാവങ്ങളെ ചേർത്ത് നിൽക്കുന്ന മനസ്സ് മനസ്സിലാക്കിയത്. രാഷ്ട്രീയ നേതാവിന്റെ ജാടകളില്ലാതെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് അവരില്ലാതായി മാറാൻ കഴിയുന്ന രാഹുൽ ഗാന്ധിയെ നിലമ്പൂരാൻ ഇഷ്ടമാണ്, വണ്ടൂരാൻ ഇഷ്ടമാണ്, വയനാടാൻ ഇഷ്ടമാണ്. അതാണ് നമ്മുടെ പാർലമെന്റ്. അത് കേരളത്തിനും ഇഷ്ടമാണ് എന്നൊരു സംശയം. അതുകൊണ്ടാണ് 20-19 സീറ്റും എത്തിക്കൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ദേശീയ നമ്മുടെ കൃഷിക്കാരെ കഴിഞ്ഞ 70 വർഷക്കാലമായി തണുപ്പത്ത് പലകഴിച്ച് 140-ലധികം പേർ മരിച്ചു വീണുപോയി. നമുക്ക് എല്ലാവർക്കും ഒരു എല്ലാ ദിവസവും പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നിങ്ങൾ സഹിച്ചുകൊടുത്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനദ്രോഹത്തിന് ഇക്കാലത്ത് ഒരു ഗവൺമെന്റ് നിയോഗിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് സർക്കാർ നരേന്ദ്രമോദി സർക്കാരാണ് ഉള്ളത്. ഒറ്റ മാത്രം ഭരണം പരാജയപ്പെട്ടാൽ, ഭരണം തകർന്നാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക. അതിന് ഒറ്റത്താണ് ജാതിയും മതവും ഉപയോഗിക്കുക. ജാതിയും മതം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഭരണപരാജയത്തെ പൂർണ്ണമായി കൈകൊള്ളിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ. നമുക്ക് വർഗീയത കൊണ്ട് മുങ്ങാൻ പറ്റുമോ? വർഗീയത കൊണ്ട് ഡീസൽ അടിക്കാൻ പറ്റുമോ? വർഗീയത കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുമോ? ആളുകൾ ജോലിയില്ല, ഡീസൽ വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, നാട്ടിലുള്ള പട്ടിണിയാണ്. എല്ലാ വ്യവസ്ഥയും അടച്ചിട്ടുള്ളപ്പോൾ നോട്ട് നിരോധനവും GST നടപ്പിലാക്കലും കോവിഡ് ലോക്ക്ഡൌണും എല്ലാം കൊണ്ടും ജനങ്ങൾ ദുരിതക്കയത്തിലാണ്. കൃഷിക്കാരൻ തെരുവിലിറങ്ങി. ഇതൊന്നും ഗവൺമെന്റിന്റെ പ്രശ്നമല്ല. അവർക്ക് അഹങ്കാരത്തിന്റെ ഭാഷ മാത്രമേ അറിയൂ, ധിക്കാരത്തിന്റെ ഭാഷ മാത്രമേ അറിയൂ. ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സൂചിപ്പിക്കുന്നു. അത് ആർജവത്തോടെ പറയാം. പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിലുണ്ട്. ഞാൻ അവരൊന്നും കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. വൈകൃതത്തിലായ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്ത്യയിലുണ്ട്. ഞാൻ അവരെ ആരെയൊന്നും കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നരേന്ദ്രമോദിയുടെയും ഫാസിസ്റ്റ് ഭരണത്തിനെതിരായിട്ട് ജനങ്ങൾക്കെതിരായിട്ട് വെല്ലുവിളിക്കെതിരായിട്ട് ഇന്ത്യയിൽ പോരാടാൻ ഒരേ ഒരു നേതാവ് ആൺകുട്ടിയായിട്ടുള്ളൂ. അത് രാഹുൽ ഗാന്ധിയാണ്. ഒരു സംശയമില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചു അവർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞവരല്ല. പക്ഷെ അവർ അടുത്ത കാലത്ത് പറഞ്ഞു, മെഹബൂബ മുഫ്തി പറഞ്ഞു, ഇന്ത്യയിൽ ആരെന്ന് പറഞ്ഞാലും മോഡിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ട് സ്വേച്ഛാധിപത്യത്തെ പോരാടുന്ന ഒരേ ഒരു ആൺകുട്ടിയേ ഉള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ് അവർ പറയുന്നത്. അവർ മാത്രമല്ല, ഇന്ത്യയിലെ പല രാഷ്ട്രീയ പ്രവർത്തനം തിരിച്ചറിയാം. ഒരു സംശയവും വേണ്ട. വരും കാല ഇന്ത്യ തിരിച്ചറിയുന്ന നേതാവായിരിക്കും ശ്രീ രാഹുൽ ഗാന്ധി എന്നുള്ളത് ഒരു സംശയവും. അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ രംഗത്ത് നാട്യങ്ങളില്ലാത്ത, നാടകങ്ങളില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തന ശൈലി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് BJP കേന്ദ്രം പിടിക്കാൻ നിൽക്കുന്ന പറയുന്നത് അവർ പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ല കേന്ദ്രം പിടിക്കാൻ എളുപ്പമൊന്നുമില്ല. ഇപ്പോഴും അവർക്ക് അജണ്ട നിങ്ങൾ അജണ്ട വലിയ കുട്ടികൾ മനസ്സിലാക്കും. ഇപ്പോഴത്തെ അജണ്ട കോൺഗ്രസ് വിഷയമാണ്. അവരുടെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കോൺഗ്രസ് മുക്തമാകണം, കോൺഗ്രസിനെ ഇല്ലാതാക്കണം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് ഗഹകരയായിരുന്നു. അവർ ഫെബ്രുവരി രാത്രി വെളുക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഹിംസയിൽ എല്ലാവരെയും BJP ആക്കിയിട്ടുണ്ട്. ബംഗാളിൽ പറഞ്ഞതാണ് സ്ഥിതി. ബംഗാളിലെ BJP ആരാണെന്ന് ചോദിച്ചാൽ ഇന്നലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും ഇന്ന് ബംഗാളിലെ BJP-യിലുണ്ട്. CPM-നെ കൈകാര്യം ചെയ്യാൻ BJP അവർക്കറിയാം. അവർ നോക്കുന്ന വെല്ലുവിളി കോൺഗ്രസിനെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് കോൺഗ്രസിനെ നമുക്ക് വിജയിപ്പിക്കാൻ, UDF-നെ വിജയിപ്പിക്കാൻ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. അതിന് ഈ തെരഞ്ഞെടുപ്പ് ജാഗ്രതയോടെയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ സാധനങ്ങൾക്കും എല്ലാവരും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.
അടുത്തതായി നിങ്ങളോട് അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ അഭിമാനമായ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ രാഹുൽജിയെ ആദരവ് ക്ഷണിക്കുന്നു. അത് പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി AICC ജനറൽ സെക്രട്ടറി നമുക്കൊക്കെ പ്രിയങ്കരനായ ബഹുമാനായ KC വേണുഗോപാൽജിയെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന നടപടിക്ക് മുമ്പ് കേരള ഗസറ്റൻ അസോസിയേഷൻ യൂണിയൻ നിർമ്മിച്ചിട്ടുള്ള ഒരു ഭവനത്തിന്റെ താക്കോൽദാനം ഇവിടെ നടക്കുകയും ബഹുമാനപ്പെട്ട രാഹുൽജിയാണ് അത് ഏറ്റുവാങ്ങുന്നതിന് ഗരീബിനെയും അവരുടെ അമ്മയെയും വിനയപുരസ്സരം ക്ഷണിക്കുന്നു. ഇത് വാങ്ങേണ്ട ആൾക്കാരാണത്. എവിടുക്കാ വേണ്ടി നിങ്ങളെവിടെ പുറത്തുണ്ടോ? ആ ഞാൻ KC Venugopal ji, Aryadan Mohammed ji, Abdul Wahab ji, Advocate Abhi Prakash ji, AP Anil Kumar ji, Ismail P. Muhtaram ji, V.A. Karim ji, Advocate V.S. Joy ji, Aryadan Shokat ji. On the stage, Congress leaders of the crowd, I'd like to welcome all of you here today. പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലിരിക്കുന്ന UDF നേതാക്കളെ നിങ്ങൾക്കെല്ലാവരെയും എൻ്റെ വിനീതമായിട്ടുള്ള സ്വാഗതം. I'd like to congratulate you on the victory in the Panchayat elections, and I'd also like to give my support to those who did not win the election but lost by a small margin. ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണത്തിൽ വിജയിച്ചവരെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് പോരാടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയവർക്ക് എൻ്റെതായിട്ടുള്ള പിന്തുണയും ഞാൻ നൽകാൻ ആഗ്രഹിക്കുക. I think it is important that all our leaders, Panchayat leaders, MLAs, MPs, leaders across the board, go close to the people and merge with the people. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും അത് MP ആയാലും MLA ആയാലും പഞ്ചായത്ത് മെമ്പർമാരായാലും അങ്ങനെയുള്ള എല്ലാവരും ജനങ്ങളുമായി ഏറ്റവും അടുപ്പത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. A true Congress leader becomes the voice of the people he represents. യഥാർത്ഥത്തിൽ ജനങ്ങളുടേതായിട്ടുള്ള ശബ്ദം പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരിക്കണം യഥാർത്ഥ നേതാവ് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. What comes out of the mouth of your constituents is what should come out from your mouth. നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിങ്ങളുടെ മണ്ഡലത്തിന്റെ നാവായി മാറാൻ നിങ്ങൾക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. What is in the heart of your constituents should be in your heart. അവരുടെ ഹൃദയമായി മാറുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായത്. So the people of Kerala feel that the UDF and the Congress party truly represent them and are close to them.
അതുകൊണ്ട് തന്നെ അങ്ങനെ ആയാൽ കേരളത്തിൽ ജനങ്ങളെല്ലാവരും മനസ്സിലാക്കും, ചിന്തിക്കും. UDF ആയാലും കോൺഗ്രസ് ആയാലും അവർ ഞങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവരാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നവരാണെന്ന് അവർക്ക് മനസ്സിലാവും. We have an assembly election ahead of us where we are fighting the left front. ഇവിടെ ഒരു അസംബ്ലി ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നു. നമ്മൾ ആ തെരഞ്ഞെടുപ്പിൽ പോരാടുന്നത് ഇടതുപക്ഷത്തോടാണ്. And you know the damage that Mr. Narendra Modi is doing to the fabric of this country. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എന്തുമാത്രം അപകടങ്ങളാണ് ഈ രാജ്യത്തിനെതിരായി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. So it is important that we fight this election and sweep this election. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രാധാന്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുകയും വിജയം, തൂത്തുവാരുന്ന വിജയം നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. It is not a normal election, it is an ideological election. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല, ഇത് ആശയപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. And we are fighting for an ideology, a set of ideas. നമ്മൾ വ്യക്തമായിട്ടുള്ള ആശയങ്ങളും ആശയഗതികളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. That is why when senior leaders from Kerala came to Delhi and met me, I put across my views to them. I put my views across to the leaders who came. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കന്മാർ ഡൽഹിയിൽ വന്നപ്പോൾ എൻ്റെതായിട്ടുള്ള ചിന്താഗതികൾ അവരുടെ മുൻപാകെ ഞാൻ വെച്ചത്. And as you are our soldiers, our fighters, I want to tell you what I told them. As you are our soldiers, I want to tell you what I told them. നിങ്ങൾ നമ്മളുടെ ഭടന്മാർ എന്ന നിലയിൽ അവരോട് ഞാൻ എന്തു പറഞ്ഞു എന്നുള്ളത് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I said 3 things to them. 3 കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു. The first thing I said is that this election, we need to become a expression of the voice of the people of Kerala. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തിന്റെ പ്രതിഫലനമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതികൾ മാറ്റണം. And that means that we have to make certain commitments to them about what we are going to do for them. അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, നമ്മളെന്താണ് കേരളത്തിൽ നൽകാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചില വ്യക്തമായിട്ടുള്ള ഉറപ്പുകൾ നിങ്ങളിൽ നിന്ന് വേണം എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. And so I said we should think about this election as a transformatory election for Kerala. കേരളത്തെ ഒട്ടാകെ മാറ്റിമറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് അവരോട് പറയുകയുണ്ടായി. And we should build our manifesto and make it a people's manifesto. അങ്ങനെയുള്ള ഒരു ചിന്താഗതി സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിക്കണമെന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. Not a manifesto built inside closed doors, but a manifesto built by the people of Kerala and the UDF. നമ്മൾ സാധാരണഗതിയിൽ പ്രകടന പത്രിക ഇറക്കാറുണ്ട്. അത് പലപ്പോഴും മുറികൾക്കകത്ത് നിന്ന് ചിന്തിച്ചുണ്ടാക്കുന്ന മാനിഫെസ്റ്റോകളാണ്. അതിനു പകരം ജനങ്ങൾക്കിടയിൽ പോയി ജനങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ട് അവരുടെ ഒരു പ്രകടന പത്രികയാക്കി നമ്മുടെ മാനിഫെസ്റ്റോനെ മാറ്റുക എന്നതാണ് അവരോട് പറയാനുള്ളത്. Our manifesto process should involve everybody. നമ്മുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. We should speak to farmers, laborers, small businesses, youngsters, women, and we should ask them what it is exactly that they expect from us. നമ്മളെല്ലാവരോടും, കൃഷിക്കാരോട്, ചെറുപ്പക്കാരോട്, തൊഴിലാളികളോട്, വിദ്യാർത്ഥികളോട്, അവരോടെല്ലാം നമ്മൾ പോകണം. അവരോട് ചോദിക്കണം, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് UDFന്റെ മാനിഫെസ്റ്റോയിൽ, പ്രകടന പത്രികയിൽ നിന്നും നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അവരോട് ചോദിക്കണം, അവരിൽ നിന്നും കേൾക്കണം. And we should pledge to them that we will give them what they ask for. We will give them and honor our commitment. നമ്മൾ അവരോട് പറയണം, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നൽകാനാണ് UDFും കോൺഗ്രസും നിലകൊള്ളുന്നതെന്ന് നമ്മൾ അവരോട് നേരിട്ട് പറയണം. I also told the leaders that this election should be an election where we take best advantage of our young leaders. അതുപോലെ തന്നെ അവരോട് പറയുകയുണ്ടായി, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ മറ്റു രീതിയിൽ കൂടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഏറ്റവും നല്ല ഇൻവോൾവ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്നുള്ളത് ഞാൻ പറയുന്നു. I understand that there is a place for experience, but it is also very important that we build the Congress and the UDF of the future. So we have to give representation to as many young, fresh faces as possible. എനിക്കറിയാവുന്നതാണ്, അനുഭവ സമ്പത്തുള്ളവരുടെ അനുഭവജ്ഞാനവും പരിചയവും ഞാൻ വളരെ ബഹുമാനിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അവസരങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യം അവരോട് പറയുകയുണ്ടായിട്ടുണ്ട്.
And they said that they will put as many young people as possible into the assembly. അവർ പറയുണ്ടായി പറ്റാവുന്നിടത്തൊക്കെ തന്നെ പരമാവധി ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ, വിജയസാധ്യതയുള്ള ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികൾ നിർത്താമെന്ന് അവർ പറയുണ്ടായി. And the final thing I said to them was that if we are going to choose candidates, we need to choose candidates who are close to the people, who are connected to the people, who are fighting local political battles, and we need to give candidates in a transparent manner, and we need to make sure that we do not do this process inside closed rooms. സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന പരമ്പരാഗത ശൈലികൾ മാറ്റി പുതിയ ശൈലി ആവിഷ്കരിക്കണം ഞാൻ അവരോട് പ്രത്യേകമായി പറഞ്ഞു. ജനങ്ങളോട് കൂടുതൽ അടുപ്പമുള്ള, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള, പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിന്ന് തിളങ്ങുന്ന, പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന നല്ല ആളുകളെ തിരഞ്ഞെടുക്കുന്ന സുതാര്യമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയായിരിക്കണം ഈ പ്രക്രിയ എന്ന് ഞങ്ങളോട് പറയുന്നുണ്ട്. And I said to them that I will give them my full support. I will go wherever the UDF wants me to go. I will fight whichever battle the UDF wants me to fight if these commitments are fulfilled. ഈ കാര്യങ്ങളിൽ എനിക്ക് ഉറപ്പ് തന്നാൽ UDF പറയുന്ന എവിടെയെങ്കിൽ പോകണമോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. And we will ensure that we do not just win the election. We will ensure that we sweep the election. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് അവരോട് പറഞ്ഞു, ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. ഈ തിരഞ്ഞെടുപ്പിൽ തരംഗമായി വിജയിക്കുക, തൂത്തുമായി വിജയിക്കുക എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞു. So that was my message to the leaders, and I thought I would tell you the conversation that we had. Finally, I'd like to say a little bit about the Prime Minister and what he is doing to our country. ഇതാണ് ഞാൻ അവരുമായിട്ടുണ്ടായ സംഭാഷണം. അത് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. You would remember that he said that he has a 56-inch chest. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എനിക്ക് 56 ഇഞ്ച് നെഞ്ചാണ് എന്ന്. And I'm wondering what happened to the 56-inch chest when Chinese troops came and took 1,000 kilometers of Indian territory. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ചൈന പട്ടാളം ഇന്ത്യൻ അതിർത്തിയിൽ കടന്നു വന്ന് ഇന്ത്യ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഇന്ത്യയിലെ പല പ്രദേശങ്ങളും പിടിച്ചെടുക്കിയപ്പോൾ എവിടെയായിരുന്നു ഈ 56 ഇഞ്ച് എന്ന് ഞാൻ ചോദിക്കുകയാണ്. I've been watching for the last 6 months. The man with the 56-inch chest has not said the word China. ഞാൻ കഴിഞ്ഞ കുറെ നാളിലായി ശ്രദ്ധിക്കുകയാണ്, 56 ഇഞ്ചുണ്ട് എന്ന് അവകാശപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് മുന്നിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? हिंदुस्तान के प्रधानमंत्री के मुंह से चाइना शब्द निकल ही नहीं रहा. The word China is refusing to come out of the mouth of the Prime Minister. ചൈന എന്നുള്ള വാക്ക് പറയാൻ പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് മടിയാവുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. It is stuck inside his throat. He cannot take it out. അത് അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ കുരുങ്ങി കിടക്കുകയാണ്, ചൈന എന്ന് പറയുന്ന വാക്ക്. And there is a reason for it. The reason is that he has weakened this country. Reason is he's weakened this country. അതായത് അതിന്റെ യഥാർത്ഥമായ കാരണം അദ്ദേഹം ഇന്ത്യയെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. He has destroyed the economy by doing demonetization and with a flawed GST. ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ ആകമാനം അദ്ദേഹം തകർത്തിരിക്കുകയാണ്. നോട്ട് നിരോധനത്തിലൂടെയും GST നടപ്പിലാക്കിയതിൽ കാണിച്ചിട്ടുള്ള അവധാനതയില്ലായ്മയിലൂടെയും. The highest level of unemployment in modern Indian history is today. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നമ്മുടെ കാലത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. The Prime Minister insists on doing everything for 5 or 6 of his friends. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ 5-6 സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ്. You look at every industry in India. Every single industry is monopolized by those same 5 or 6 people. നിങ്ങൾ ഇന്ത്യയിലെ വ്യവസായങ്ങളെ എടുത്തു നോക്കുക. ഇന്ത്യയിലെ ഓരോ വ്യവസായം എടുത്തു നോക്കിയാലും ഈ വ്യവസായങ്ങളെല്ലാം ഈ 5-6 വൻകിട വ്യവസായികളുടെ കീഴിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Whether it is your mobile phones, whether it is airports, whether it is ports, it is power, it is agriculture, every single thing is monopolized by those same 5 people thanks to the Prime Minister of India. നിങ്ങളുടെ മൊബൈൽ ഫോണാകട്ടെ,
നിങ്ങളുടെ വിമാനത്താവളങ്ങളാവട്ടെ, നിങ്ങളുടെ തുറമുഖങ്ങളാകട്ടെ, അതുപോലെ ബന്ധപ്പെട്ട നിങ്ങളുടെ ഏത് സ്ഥാപനങ്ങളാകട്ടെ, ഇതെല്ലാം ഈ 5 വൻകിട മുതലാളിമാർ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ 5 മുതലാളിമാരുടെ കൈകളിൽ ചെന്നിപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രിക്ക് അതിനോട് നന്ദി പറയേണ്ടി വരും നമ്മൾ. And in addition to this, he has divided the country and spread hatred everywhere. ഇതിനുപരിയായിട്ട് അദ്ദേഹം ഇന്ത്യയെ വിഭജിച്ചിരിക്കുകയാണ്, വിദ്വേഷവും പകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ വളർത്തിയിരിക്കുകയാണ്. And that is why the Chinese have decided to come inside our territory. അതുകൊണ്ടാണ് ഈ ദുർബലമായ ഇന്ത്യയെ ആക്രമിക്കാൻ ഏറ്റവും നല്ല അവസരമെന്ന് മനസ്സിലാക്കി ചൈന ഇന്ത്യയെ ആക്രമിക്കാൻ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. Because they know that the Prime Minister has fundamentally weakened India. അവർക്കറിയാം, ചൈനക്കാർക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയെ അടിസ്ഥാനപരമായിട്ട് ദുർബലപ്പെടുത്തിയിരിക്കുകയാണെന്ന്. And they have correctly assessed that the Prime Minister of India cannot stand up to them. അവർക്ക് കൃത്യമായിട്ട് കണക്കൂട്ടൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ചൈനയുടെ നേരെ നിൽക്കാൻ പറ്റുന്ന ശക്തി ഇല്ല എന്നുള്ള കാര്യം. So these are the forces that you are fighting. ഈ ശക്തികളാണ് നമ്മൾ പോരാടുന്നത്. When you win a panchayat election, you are fighting and beating that force. നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കുമ്പോൾ ഇത്തരം ശക്തികളെയാണ് നമ്മൾ മത്സരിക്കുന്നത്, അവരോടാണ് മത്സരിക്കുന്നത്, അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. When we win the election in Kerala, we will be defeating that force. നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ അതേ ശക്തികളെ തന്നെയാണ് നമ്മൾ അവിടെ പരാജയപ്പെടുത്തുന്നത്. And at the same time, you know better than me what the left front is about. അതേസമയം നിങ്ങൾക്കറിയാം, എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം എന്താണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. You know what they have done to the future of Kerala. ഈ കേരളത്തിന്റെ ഭാവിക്ക് എതിരായിട്ട് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. So we are fighting both these ideologies, one in Kerala and one in Delhi. അപ്പോൾ ഈ 2 പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരായിട്ടാണ് നമ്മൾ പോരാടുന്നത്, ഒന്ന് ഡൽഹിയിലും ഒന്ന് കേരളത്തിലും. And we are doing it non-violently, peacefully, with love and affection, and by bringing everybody together. നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത് ചോര ചിന്താതെ സമാധാനപൂർണ്ണമായിട്ട് സ്നേഹപൂർവ്വമുള്ള ശക്തമായിട്ടുള്ള മത്സരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കുന്നത്. We are not the force of anger, we are not the force of hatred, we are not the force of violence. We are the force of love, affection, kindness. നമ്മുടെ വിദ്വേഷത്തിന്റെയും പകയുടെയും അതുപോലെ അക്രമത്തിന്റെയും ശബ്ദമല്ല നമ്മുടേത്. നമ്മുടെ ശബ്ദം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും ശബ്ദമാണ് നമ്മുടെ ശബ്ദം എന്നുള്ളതാണ് പ്രത്യേകത. So I thank all of you for carrying the flag of the Congress Party of kindness and compassion. നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പതാക കൈയ്യുന്നതിൽ, UDFന്റെ പതാക കൈയ്യുന്നതിൽ, ഈ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പതാക കൈയ്യുന്നതിൽ, ഒരുമയുടെ പതാക കൈയ്യുന്നതിൽ നിങ്ങളെല്ലാവരോടും നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക. Thank you very much.